ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹാവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 4-5 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ആമേൻ. 2 Corinthians chapter 12 verse 4 and 5. The weapons we fight with are not the weapons of the world. On the contrary, they have divine power to demolish strongholds. We demolish arguments and every pretension that sets itself up against the knowledge of God, and we take captive every thought to make it obedient to Christ. Amen. അപ്പോൾ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. നാം ഓരോരുത്തരും ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ്, ജഡത്തിൽ ജീവിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തനിക്കെതിരായി ഏതൊക്കെ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളാണ് ഉയർന്നു വന്നത് നമുക്കറിയാം. ആമേൻ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഹല്ലേലൂയ. അതേ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ ആമേൻ അദ്ദേഹം സഞ്ചരിച്ച പലവിധമായ പ്രതിസന്ധികൾ, ആപത്തുകൾ, പോരാട്ടങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതായത് സ്തോത്രം. ആമേൻ, യേശുവിന് വേണ്ടി ആമേൻ ഏറ്റവും അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. ആമേൻ, സ്തോത്രം. അതുപോലെ ആമേൻ കല്ലേറുകൊണ്ടു, ആമേൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. പലപ്പോഴും യാത്ര ചെയ്തപ്പോൾ നദികളിലെ ആപത്ത്, കള്ളന്മാരിലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭാവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ടായിരുന്നു. ഇത്രയും പ്രതിസന്ധികളുടെ നടുവിലും ഇതൊക്കെ ആമേൻ അപ്പോസ്തലനായ പൗലോസ് ധാരണം ചെയ്തത് തൻ്റെ ആമേൻ ഹല്ലേലൂയ ജഡീകമായുള്ള പോരിന്റെ ആയുധങ്ങളെ കൊണ്ടൊന്നുമല്ലായിരുന്നു. ആമേൻ, സ്തോത്രം. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയായ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അഭിഷേകത്താൽ ഹല്ലേലൂയ താൻ അത് ജയിക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ പ്രത്യേകത എന്തുവാണ്? അടുത്ത വചനത്തിൽ വായിക്കുന്നു, ആ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ആമേൻ നമ്മുടെ സകല സങ്കല്പങ്ങളെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെയും ഹല്ലേലൂയ ഇടിച്ചു കളയുവാൻ ഇടയായി തീരും. അതായത് ആ പോരിന്റെ ആയുധങ്ങളാൽ നമുക്ക് തന്നെ ചില വിടുതലുകൾ, നമുക്ക് തന്നെ ഒരു മാറ്റങ്ങൾ സംഭവിക്കണം. പ്രൈസലോ. നമുക്ക് പല സങ്കല്പങ്ങളുണ്ട്. ആമേൻ പലവിധമായ വിചാരങ്ങളുണ്ട്. ആമേൻ, സ്തോത്ര. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന പല ഉയർച്ചകൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഉയർന്നു വരാം. അതിനെയൊക്കെ പിടിച്ചടക്കുവാൻ, ഇടിച്ചു കളയുവാൻ, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നമുക്ക് പിടിച്ചടക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ നാം നമ്മെ തന്നെ ആമേൻ സ്തോത്രം സമർപ്പിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ നാം ക്രിസ്തുവിനെ പൂർണ്ണമായി അനുസരിക്കുമ്പോൾ 6-ാം വചനത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസയാത്രയിൽ പലവിധമായ പ്രതിസന്ധികളുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും, പോരാട്ടങ്ങളുണ്ടാകും. ഒന്നിലും നാം തളർന്നു പോകരുത്. ഒന്നിലും നാം നമ്മുടെ ജഡീക ആയുധങ്ങളെ വെച്ച് നാം ഉപയോഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ആയതിനാൽ ആത്മാവിന്റെ ശക്തിയാൽ ജയമെടുക്കാം, ക്രിസ്തുവിനെ പൂർണ്ണമായി അനുസരിക്കാം. നമ്മുടെ സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഉയർച്ചകളൊക്കെ ഇടിച്ചു
ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ, നാം എത്ര ബലഹീനരായിരുന്നാലും, നമുക്ക് എത്ര കഴിവില്ലായിരുന്നാലും, ഹല്ലേലൂയ, നമ്മെ കൊണ്ട് നമ്മുടെ ജഡികായുധങ്ങളാൽ ചെയ്തെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെ, ഹല്ലേലൂയ, നാം സംസാരിച്ചും നാം പ്രവർത്തിച്ചും നാം ഓടിയും ചെയ്തെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെ കർത്താവ് നാം നമ്മെ തന്നെ ദൈവഹിതത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുമെങ്കിൽ, ഹല്ലേലൂയ, നമ്മെ കൊണ്ട് കർത്താവ് അവൻ കോട്ടകളെ ഇടിപ്പാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. അവൻ ഈ നാളുകൾ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. യേശുവിനെ പൂർണ്ണമായി അനുസരിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രമപ്പ. ദൈവഹിത പ്രകാരം തന്നെ ഈ നാളുകൾ ഞങ്ങളായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന നാഥാ കർത്താവേ, ഈ നാളുകളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, പലവിധമായ പോരാട്ടങ്ങൾ കടന്നു വന്നു. ക്രിസ്തീയ ജീവിത യാത്രയിൽ ഉപദ്രവങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്. എന്നാൽ അവിടെ ആത്മീയ പോരിന്റെ ആയുധങ്ങളെ എടുത്തുപയോഗിച്ച് കർത്താവേ, ഞങ്ങളുടെ സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ഉയർച്ചകളെയും ഒക്കെ ഞങ്ങൾ തന്നെ ഇടിച്ചു കളഞ്ഞ കർത്താവ്, ക്രിസ്തുവിനായി പൂർണ്ണമായി സമർപ്പിച്ച് യേശുവിനെ അനുസരിച്ച് കർത്താവ്, ഉയർന്നു വരുന്ന പ്രതിസന്ധികളെ കർത്താവ്, അവൻ കോട്ടകളെ ഇടിപ്പാൻ തക്കതായ ദൈവശക്തി ഉപയോഗിച്ച് ജയിച്ചു മുന്നേറുവാൻ കർത്താവ് വചനം കേൾക്കുന്ന അപ്പാ സ്തോത്രോ, ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.